ഇവിടെ ആരും ഇല്ലേ? ഇത്രയും വലിയ വീടും 2-3 വഴികളും ഒരു സ്കൂട്ടറും ഇരണം കിട്ടും. ആരാണ്? ഇവിടുത്തെ മറ്റേ ആളില്ലേ? മറ്റാളാ? അതാര്? ഇവിടെ രവി എന്ന് പറയുന്ന ആൾ ഇവിടെ ഇല്ലേ? ഓ, വിളിക്കാം. അച്ഛാ, അച്ഛാ, ഒന്നിങ്ങോട്ട് വരോ? എന്താ മോളെ? നീ ആടേ? വണ്ടി ഒന്ന് നോക്കണം. വണ്ടി ഒന്ന് നോക്കണം. നോക്കി പോട്ടാ. നോക്കണം എന്ന് പറഞ്ഞാൽ എന്റെ കംപ്ലൈന്റ് നോക്കാൻ. കംപ്ലൈന്റ് നോക്കാനെന്ന് പറഞ്ഞാൽ താക്കോൽ എടുത്തോണ്ടിരും. എന്നിട്ട് നോക്കാം കംപ്ലൈന്റ്. മോളെ താക്കോൽ എടുത്തു. പിങ്കി, പിങ്കി, അച്ഛന്റെ സ്കൂട്ടറിന്റെ താക്കോലിങ് എടുത്തോണ്ട് വരോ? ഇതെല്ലാം പെയ്യല്ലേ? ഒരു കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. ഇന്നലെ നമ്മുടെ ആ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ വളവ് തിരിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഓഫായി. പിന്നെ സ്റ്റാർട്ടായില്ല. പിന്നെ ഞാൻ തന്നെ തള്ളിക്കൊണ്ടിങ്ങി വന്നു. ഒറ്റ അടിക്ക് സ്റ്റാർട്ടാവുന്ന വണ്ടിയായിരുന്നു. അല്ലേ മണി? അല്ലേ റിങ്കി? ഇത് എവിടെ വെച്ച് കംപ്ലൈന്റ് ആയെന്ന് പറഞ്ഞു? നമ്മുടെ ആ ജംഗ്ഷൻ ഇല്ലേ, ഇങ്ങോട്ട് വരുമ്പോൾ ആ ഫസ്റ്റ് ജംഗ്ഷൻ, അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വളവിന്റെ അവിടെ വെച്ചിട്ട്. പിന്നെ എന്തിനു ഇത് ഇങ്ങോട്ട് കെട്ടി വലിച്ചോണ്ട് വന്ന? അവിടെ ഒരു വളവിലൊരു കുഴിയില്ലേ? ആ കുഴിയിൽ അങ്ങ് മറിച്ചിട്ട് വന്നൂടി ഈ ചേട്ടത്തിനെ. നിങ്ങൾക്ക് എവിടെ ജോലി എന്ന് പറഞ്ഞു? ഞാൻ വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടുവന്നപ്പോ പറഞ്ഞില്ലേ, ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജർ. ഞാൻ അതെപ്പോഴും എഴുതി പോക്കറ്റ് ഇട്ടോണ്ട് നടക്കാം. മാനേജർ ചായ വല്ലതും എടുക്കട്ടാ? ആദ്യം ഈ പാട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കിട്ട് പിന്നെ കുടിക്കാൻ ചായയും ചാരായും ഒക്കെ. ഞാനേ ജോലി കയറിയിട്ട് ആദ്യമായിട്ട് വാങ്ങിച്ച വണ്ടിയാണിത്. വണ്ടി സൂപ്പറാണ്. ഞാൻ പൊന്നു പോലെയാണ് നോക്കണത്. വണ്ടികളിൽ വെച്ച് ഒത്ത പുരുഷ ലക്ഷണമാണ്. പുരുഷ ലക്ഷണമാണെങ്കിൽ ഈ നിൽക്കുന്ന 3 ഏതെങ്കിലും ഒന്നിനെ കെട്ടിച്ചു കൊടുക്കും. ഇതൊന്ന് ഇത് 3 നിങ്ങളാ മക്കളാ? അതെന്റെ ഭാര്യ. അല്ല, വണ്ടിക്ക് എന്താണ് കുഴപ്പം? അതറിയാമെങ്കിൽ എപ്പോഴേ പണിയും തീർത്ത് പോയേനെ. മട്ടുംപാവൊക്കെ കണ്ട ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണെന്ന് പറയുമല്ലോ. പഠിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് പോവാത്തത്? അതിന് 10ാം ക്ലാസ് ജയിക്കണം. ഇവിടെ കിടന്ന് ഇങ്ങനെ കുനുവിനോന്ന് പറഞ്ഞോണ്ടിരിക്കുക. സാറ് അവരെ വിളിച്ചോണ്ട് പോകുമോ? ഇവിടെ ഒരുപാട് പണി കിടക്കണേ ഇതിനകത്ത്. വാ എല്ലാരും വരികയത്. വാ കയറി വാ. വർക്ക്ഷോപ്പ് മേസ്ത്രി ആയിട്ട് ഇത്രയും അഹങ്കാരം. നല്ല ഓട്ടോമൊബൈൽ എഞ്ചിനീയറും ആയിരുന്നെങ്കിൽ ഈ ഭൂമി തകിടം മറിച്ചാൻ. ഓട്ടോമൊബൈൽ എഞ്ചിനീയർ തന്നെ പഠിച്ചില്ലെന്നേ ഉള്ളൂ. പഠിച്ച ഓട്ടോമൊബൈൽ എഞ്ചിനീയറിനെ കാട്ടിയും കാര്യങ്ങൾ എനിക്കറിയാം. ഒരു വണ്ടി കണ്ടാ അറിയാം എന്റെ പ്രശ്നം എന്താണ്. അപ്പൊ ലക്ഷണോ ശാസ്ത്രമൊക്കെ നോക്കി പറയാനൊക്കെ അറിയാലേ? സാറേ, ഇത് സാറിന് പണിയാണ് കേട്ടാ. നീ പണിയടേ. സാറ് ഇതിന്റെ ഫ്ലഗ് അടിച്ചു നോക്കിയാ? ഞാൻ അടിച്ചൊന്നും നോക്കിയില്ല. ഇതിന്റെ കിക്കർ അടിച്ചു നോക്കിയാ? ഞാൻ ഒന്നും അടിച്ചില്ല. ഇതിന്റെ വയറുവെല്ലും കട്ടായി കിടക്കണ തന്നെ ആയിരിക്കും. വണ്ടി കണ്ടാ മതി, കുഴപ്പം എന്താണെന്ന് അറിയാനൊക്കെ പറ്റൂന്ന് പറഞ്ഞിട്ട് എന്തേ അറിയാൻ പറ്റുന്നില്ലേ? സാറേ, ഇങ്ങനെ നിന്നാ പണി ചെയ്യാൻ പറ്റില്ല. എവരെ വിളിച്ചോണ്ട് നാത്ത് പോകൂ. അച്ഛാ, ഇയാള് ശരിക്കും വർക്ക്ഷോപ്പ് മേസ്തിരി തന്നെ. പിന്നെ അവന്റെ വർക്ക്ഷോപ്പിൽ എത്ര വണ്ടിയാണ് ഡെയിലി പണിയുന്നത്? ആ വണ്ടികൾ വല്ലതും ഇങ്ങനെ പണിയണത് അച്ഛൻ കണ്ടിട്ടുണ്ടാ? ഞാൻ അവിടെ പോയി നോക്കി നിൽക്കണം. ഇയാളെ പറ്റി അച്ഛൻ ശരിക്കും ഒന്ന് അന്വേഷിക്കണത് നന്നായിരിക്കും കേട്ടോ. എന്തിന്? ഈ വണ്ടി തന്നെ 2-3 പ്രാവശ്യം നന്നാക്കി തന്നില്ലേ? അത് വല്ല അബദ്ധത്തിലും ശരിയായതായിരിക്കും. അബദ്ധത്തിലും 10-13 വയസ്സ് മുതൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഞാൻ വർക്ക്ഷോപ്പിൽ പോയതാണ്. ഞാൻ എന്നെ ശേര മേസ്ത്രിയാണ് പണി പഠിപ്പിച്ചത്. നല്ല ഗുരുത്വമുള്ള മേസ്ത്രിയാണ് പണി പഠിച്ചത്. എനിക്ക് ഒരിടവും തെറ്റിയിട്ടില്ല. എടേ, അവര് തമാശക്ക് പറഞ്ഞല്ലേ, നീ അത് കേട്ടല്ലേ? നീ വണ്ടി പണിയാൻ നോക്ക്. ശല്യപ്പെടുത്താവുന്ന ആത്തേറി പോകൂ. അയ്യോ, വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ.
അയ്യോ വണ്ടി പറഞ്ഞോ മോനെ, അയ്യോ മോനെ വണ്ടി പറഞ്ഞേ, വാ എഴുതി എഴുതി എഴുതി. പണിയാൻ താമസിക്കില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്നും ഉണ്ടായി. അല്ല വണ്ടി മറിഞ്ഞു കിടക്കണ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇതൊന്നും ഇങ്ങനെ മറിച്ചിട്ടിരിക്കുന്നേ. പിന്നെ മറിച്ചിട്ടല്ല, പിന്നെ ആകാശത്ത് പൊക്കി പിടിച്ച് പണിയാൻ പറ്റും. അല്ല എന്നാലും ഇങ്ങനെ വണ്ടി മറിഞ്ഞു കിടക്കണ കണ്ടപ്പോ ഒരു എന്തോ പ്രശ്നം കണ്ടുപിടിച്ചോ? നിങ്ങൾക്ക് ആ വിഷമം, ഞാൻ ഇവിടെ തറയെ കിടന്ന് പണിയണേന് ഒരു വിഷമമില്ലേ? എന്താണ് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ പ്രശ്നം കണ്ടുപിടിക്കണോ ഇനി കണിയാനെ വിളിക്കണം. പ്രശ്നം വെച്ച് നോക്കിയാലേ അറിയാൻ പറ്റും. ചേച്ചിക്ക് അടുക്കളയിൽ വേറെ പണിയൊന്നുമില്ല. ചേച്ചി അടുക്കളയിൽ പോയി വല്ല പണിയും ചെയ്യും. എല്ലാരും കൂടി പിടിക്കും. ഓക്കെ വയ്ക്കാം. ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കാതെ ഇങ്ങോട്ട് മറിച്ചോണ്ട് പിടിഞ്ഞോട്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും നല്ല ഈ വീട്ടിന് മുമ്പിൽ ഈ ആക്രി സ്കൂട്ടറിന്റെ ആവശ്യം ഉണ്ടാ ചേച്ചി? അത് തന്നെ എല്ലാരും ചോദിക്കണേ. ഇതൊരു കരോട്ടക്കാരിയാ. ഞാൻ ബോക്സറാണ്, ജില്ലാ ചാമ്പ്യൻ. നല്ല പ്രായത്തില് പെൺപിള്ളേരെ ഇടിയും മാച്ച് പിടിച്ചിട്ട് കെട്ടിക്കാൻ പ്രായമാകുമ്പോ എണീറ്റിരിക്കാൻ പറ്റും. ഇതില് പെട്രോൾ ഉണ്ടാ? അത് ഞാൻ നോക്കിയില്ല. നിങ്ങൾ ഏത് ബാങ്കിലാ എന്തായിരുന്നു പറഞ്ഞ? ഞാൻ വർഷാപ്പിൽ ഒന്നും പറഞ്ഞില്ലേ, അസിസ്റ്റന്റ് മാനേജർ. ആ ബാങ്കിന്റെ ഒരു അവസ്ഥ. ഇതില് പെട്രോൾ ഇല്ലേ? പെട്രോൾ ഇല്ലേ? പെട്രോൾ ഇല്ലേ? അങ്ങനെ വരാൻ വഴിയില്ല. ഞാൻ മെനങ്ങാന്ന് 100 രൂപയ്ക്ക് വാങ്ങിച്ച് ഒഴിച്ചല്ലേ ഉള്ളൂ. പെട്രോളിന്റെ വില കുത്തനെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്, താഴോട്ട് ഇറങ്ങിയല്ല. അത് ഞാൻ ചിന്തിച്ചില്ല. ഈ നിക്കണ വലിയ മേസ്ത്രിയെ അത് ചിന്തിച്ചില്ല. ഓ, ഇങ്ങോട്ടിട്ട് വെക്കുകയാണല്ലേ. നിങ്ങളെ പേര് കുപ്പിയെടുത്ത് 1 ലിറ്റർ പെട്രോൾ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടിരിക്കും. ഇതിനകത്തൊഴിക്കണമെന്നില്ല, ഇതിന്റെ പുറത്തൊഴിച്ചിട്ട് അങ്ങ് കത്തിച്ചളായി. ഞാൻ പോണം. എത്രയായി? എന്തിന്? നീ പണി ചെയ്തേന്. ഓ, ഇനി ഞാൻ 50 രൂപ കാശ് വാങ്ങിച്ചിട്ട് വേണം പെട്രോളില്ലെന്ന് കണ്ടുപിടിച്ചാൽ 50 രൂപ കാശ് വാങ്ങിച്ചത് നിങ്ങൾക്ക് ഈ നാട് മൊത്തം പറഞ്ഞോണ്ട് നടക്കാൻ. ഞാൻ പോണ്. ചേച്ചി പിള്ളേരെ പോണേ. ഞാൻ റിങ്കി, ഇവള് പിങ്കി. പിള്ളേരെ എന്നുള്ള വിളിയൊന്നും വേണ്ട. ആര് ചേച്ചി ഈ പിള്ളേർക്ക് പേരിട്ട? എന്റെ വീട്ടുകാര്. നല്ല 2 പിള്ളേരായിരുന്നു. കുടുംബക്കാരി അത് ചെയ്തല്ല പിള്ളേരെടുത്ത്. നിങ്ങളെടുത്ത് അടയ്ക്കാൻ എനിക്ക് വർഷാപ്പിൽ 100 കൂട്ടം പണി കിടക്കണം. അതിന്റെ ഇടയിൽ ഇവിടെ വന്ന് ഇതെടുത്ത് അടയ്ക്കാൻ. ആള് മോടയാണെങ്കിലും കൊള്ളാല്ലേ, പറയുന്നതിലൊക്കെ കാര്യമുണ്ട് അല്ലേ? ഇനി പ്രാക്ടീസ് തുടങ്ങാം. കമോൺ ബൾക്കി. ഇന്നിവിടെ എന്തെങ്കിലും നടക്കും. ഇതൊക്കെ എടുത്ത് വെക്കണമല്ലോ. എന്തായാലും പെട്രോൾ വാങ്ങിച്ചിട്ട് വരാം. പിങ്കി, പിങ്കി സേ, പിങ്കി. നീ ഒന്ന് എത്തി നോക്കിട്ട് പോയേ. അല്ല ചേച്ചി പ്രാക്ടീസ് ചെയ്യല്ലായിരുന്നാ, അവന് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച്. നീ പോണോ? ഓ, നീ വാ. എന്തേ ഞാൻ അവിടെ നിന്നാ ശരിയാവൂല ചേച്ചി. ചുമ്മാ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. ഹൃദയം എന്തിനു ചേച്ചി ശല്യപ്പെടുത്താനെ? നീ അത് പറഞ്ഞത് ശരിയാണ്. നീ എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്ത്? അവിടെ 2 ഗ്ലൗസ് ഇരിക്കണമെന്ന് എടുത്തോണ്ട് വരുമോ? ഗ്ലൗസ് അല്ലേ നീ ഇട്ടേക്കണേ? നീ ഇങ്ങനെ എടുത്തോണ്ട് വാ. പോട്ട്. നീ എന്താ ധൃതി? നീ ആ ഗ്ലൗസ് 2 കയ്യിലിടും. എന്തിനേനൊന്നും ചോദിക്കാതെ എടുത്ത് ഇട് കൊച്ചേ. എനിക്കും വയ്യ. ഇട് പിങ്കീസേ. ഇതെങ്ങനെ? വലിച്ചു കയറ്റി ഇട്. ഒന്നിനും കൊള്ളിയില്ല. ഇതല്ല, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. എല്ലാം തല തിരിച്ചാണല്ലോ ചെയ്യുന്നത്. നേരെ ഇട്. കണ്ണൂരിട്ടണ്ട. വലിച്ചു കയറ്റ്. അത് വലിച്ച് അത് തന്നെ. പോട്ട്. എന്ത്? നീ എന്നെ ഒന്ന് പഞ്ച് ചെയ്യ്. നിന്റെ ഇടിയുടെ വെയിറ്റിംഗ് ഒന്ന് ഞാൻ നോക്കട്ടെ. എന്റെ ഇടയ്ക്ക് വെയിറ്റ് ഒന്നുമില്ല. ഇടി മോളെ, ചേച്ചി നോക്കട്ടെ. ഇത് പോയാണെങ്കി ഇടി നമുക്കൊന്ന് സ്പാർക്ക് ചെയ്യാം. എടി തമ്മി ഒന്ന് ഇടിച്ചു നോക്കാന്ന്. അതുകൊണ്ടാ എടി കിറ്റിൽ ഇടിച്ച് എനിക്ക് ബോറടിച്ചു തുടങ്ങി. ഒരാൾ നേരിട്ടുണ്ടാവുമ്പോ എനിക്ക് ത്രില്ല് കൂടും. അതുകൊണ്ടാണ്. എനിക്ക് വേദനിച്ചറിയാലോ. അതൊക്കെ എനിക്കറിയാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുള്ളൂ. വേദനിക്കൊന്നുമില്ല. ചുമ്മാ ഇടി. നീ ഇങ്ങനെ ഇടിക്കുമ്പോ ഞാൻ ബ്ലോക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഇടി. ഇടിക്കേ.
കാണിക്കുന്നത്? നീ എന്തോ കാണിക്കണേ? പിടിച്ചല്ലേ അമ്മ. സമാധാനം സമ്മതിക്കില്ല. മണി അല്ലെങ്കിൽ അമ്മ 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 എന്തോന്ന്? ഒന്നുമില്ല. ഇവക്ക് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യണമെന്നൊരു ആഗ്രഹം പറഞ്ഞു. അപ്പൊ എന്റെ ഈ സാധനം അവളെ മുഖത്തൊന്ന് ചെറുതായിട്ട് കൊണ്ട് ഇതാ വീണ് കിടക്കണ്. കിട്ടിയ അവസരം നോക്കി ഇവളെന്നെ ഇടിച്ചമ്മ. നന്നായി. അറിയാൻ വയ്യാത്ത പണി ചെയ്യാൻ പോയെന്തിന്? ഇവളെന്നെ നിർബന്ധിച്ചിറക്കിയതാണ്. നീ ശരിക്കുള്ള അടിച്ചാ? ഇല്ലമ്മ, ഇത് ചെറുതായിട്ട് ഇത് വെച്ചിട്ട് വേദനിക്കൊന്നുമില്ല. ഇങ്ങനെ സോറി അമ്മ. പ്രസവിച്ച് വയറ്റിട്ട് എന്നെ കൊടുത്തില്ലാടി. എന്താണമ്മ നിങ്ങളൊക്കെ ഇങ്ങനെ തൊട്ടാവാടികളായി പോയല്ല? ഞാനേ പുലിനട വീട്ടിലെ ഭാർഗവൻ പിള്ളയുടെ മോളാണ്. എന്നെ ഇടിച്ച ആരാണെങ്കിലും ഞാൻ തിരിച്ചടിക്കും. കേട്ടല്ലോ? ഞാൻ കേട്ടമ്മ. നീ കേട്ടടി? തൊട്ടാവാടിയൊന്നും ആവല്ലേ? അതും ഒരു ജില്ലാ ചാമ്പ്യൻ. പണ്ടൊരു ബോക്സർ കുഴിയെ ചടിയക്കഥ ഞാൻ പറയാലോ. മണി, നീ ആ കൊച്ചിന്റെ മുതുകത്ത് ഇടിച്ചാ? ഓ, എന്തോന്നാടി ഇത്? അവള് കൊച്ചല്ലേ, വളർന്നു വന്ന സമയത്ത് ഇങ്ങനെ മുതുകത്തിട്ട് ഇടിച്ചൂടാ? അവക്ക് എന്റെ വയറ്റത്തിടിക്കാമെങ്കിലേ എനിക്ക് അവള് മുതുകത്ത് ഇടിക്കാം. ശരിക്കും പറഞ്ഞാൽ കൊടുത്തത് ശരിയായില്ല. ഇനി കളിക്കാൻ വന്നാൽ എഴിച്ചടക്കാൻ പറ്റാത്ത വ്യക്തി ഇടിച്ചു വാട്ടും. നിന്റെ അച്ഛൻ, നിന്റെ ചേട്ടൻ മണിക്കൂറിന്റെ അതേ സ്വഭാവം തന്നെയാണ്. നിങ്ങളിപ്പോ എന്റെ അച്ഛനല്ലേ പറയാൻ വന്നേ? എന്റെ അച്ഛന്റെ സ്വഭാവമാണ് എനിക്കും എന്റെ ചേട്ടനും. ചട്ടമ്പികളെ എന്നും ചട്ടമ്പികളാ. ഞങ്ങളാണെങ്കിൽ നല്ല ധാർമ്മികതയുള്ള ചട്ടമ്പികളാ. ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്നു കഴിഞ്ഞാൽ ദേവേന്ദ്രൻ അച്ഛൻ മുത്തപ്പെട്ടവരാണെങ്കിലും പഞ്ഞിക്കിടും. ഇത് പൊതിച്ചിട്ട് അകത്തേക്ക് വാ. ഈ തേങ്ങ അകത്തോട്ട് കൊണ്ടു. കുടുംബ മഹിമ പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി ഇങ്ങനെ പിള്ളേരെ വല്ലതും ചെയ്താ നോക്കിക്കോ. ആലോചിക്കാം. വണ്ടിയിൽ പെട്രോൾ വാങ്ങിച്ചൊഴിച്ചോ? ഓ, ആ വർക്ക്ഷോപ്പുകാരൻ പയ്യൻ പറഞ്ഞതാണ് കറക്റ്റ്. അതിൽ ഇനി പെട്രോൾ വാങ്ങിച്ചൊഴിച്ച് കത്തിക്കാനേ കൊള്ളാവൂ. നിനക്കിത് എങ്ങനെ പറയാൻ തോന്നുന്നടി? ആ വണ്ടിയിൽ ഇരുന്ന് എത്രയോ യാത്ര ചെയ്താണ് നീ. കല്യാണം കഴിച്ചതിന്റെ അടുത്ത ആഴ്ച കായംകുളത്തുള്ള നിന്റെ ബന്ധുവിന്റെ വീട്ടിൽ ഈ വണ്ടിയിൽ നമ്മൾ പോയത് ഓർമ്മയുണ്ടോ? ഓർക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുന്ന വഴിയിലുമായിട്ട് 2 പ്രാവശ്യമാണ് അതിന്റെ ടയർ പൊട്ടിയത്. ഓ, അത് വണ്ടിയാവുമ്പോ ദീർഘയാത്ര പോകുമ്പോ ചിലപ്പോ ടയർ പൊട്ടിന്നിരിക്കും. അന്നാണെങ്കിൽ ആ വണ്ടിയുടെ ഫ്രണ്ടിലെ ടയർ മോശമായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണല്ലോ അവസ്ഥ. അറിയാൻ വേണ്ടി ചോദിക്കുക. ആ ടയർ തന്നെയാണ് ഇപ്പോഴും വണ്ടി കിടക്കണേ. തീരെ അങ്ങ് ആക്കാതെടി. നിന്റെ വീട്ടിൽ കിടപ്പുണ്ടല്ലോ ഒരു പഴഞ്ചൻ കാറ്, പ്രതാപശാലിയായ നിന്റെ അച്ഛൻ ഓടിച്ചിരുന്ന വണ്ടി. എന്റെ അച്ഛൻ കാറ് വാങ്ങുമ്പോ ആ മലമ്പ്രദേശത്ത് ആ കൂടെ 1 or 2 കാറേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിന് കൂടുതൽ പറയണം? കൊല്ലം ജില്ലയിൽ തന്നെ 10 or 12 കാറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിന്റെ വണ്ടിയുടെ പഴമ പ്രശ്നമല്ല, അത് മഹിമ. ഇതാണ് പറയണത് കാക്കയ്ക്കും തൻ കുഞ്ഞു പൊൻകുഞ്ഞെന്ന്. കാക്കയാണെന്ന് സമ്മതിച്ചേ? സമ്മതിച്ചടി. നമ്മള് കാക്ക, നീ അരയന്നം. എടുത്തുകൂടി. എന്താടി നിന്റെ മുഖമൊക്കെ വീർത്തിരിക്കണേ? ഞാൻ നേരത്തെ നിന്നെ മനഃപൂർവ്വം ഇടിച്ചതല്ല. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നീ ബോക്സിങ്ങിന് ഇറങ്ങണമെന്നുള്ളത്. അപ്പൊ എനിക്കൊരു കൂട്ടാവുമല്ലോ. പിന്നെ എനിക്ക് നിന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്യാലോ. ഒരു കാട്ടില് ഒരു സിംഹം മതി. നീയാണ് ഇവിടത്തെ രാജാവ്. നമ്മളാരുമല്ലേ, ഞാൻ വെറും പൂച്ച. എന്താണ് നീ ഇങ്ങനെ സ്വയം താഴ്ത്തുന്നത്?
ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വേണ്ടേ? എന്തിനു നീ ഇങ്ങനെ പേടിക്കണേ? വാ, നമുക്ക് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യാം. നിനക്ക് നേരത്തെ കിട്ടിയതൊന്നും പോരെ? രണ്ടും കൂടെ വീണ്ടും തുടങ്ങിയ ഒരാള് പ്രാക്ടീസ്, വേറെ ഒരുത്തി പിന്നെ അങ്ങും തൊടാതെ കറങ്ങി നടക്കും. അടുക്കളയിൽ ഞാൻ ഒറ്റയ്ക്ക് കുത്തി മറിയണം. എടി, നിനക്ക് അമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ? അയ്യോ, നീ പ്രാക്ടീസ് എന്ന് പറഞ്ഞ് ഫുൾ ടൈം ഇടിച്ചിടിച്ച് നടന്നോ? ഇപ്പൊ ഇതും പറഞ്ഞു ഭയങ്കര ഉഴപ്പാണമ്മ. എന്ത് ഉഴപ്പാ? ജില്ലാ കോമ്പറ്റീഷൻ തുടങ്ങാണ്. ജില്ല കഴിഞ്ഞ സ്റ്റേറ്റ്, ജില്ല കഴിഞ്ഞ സ്റ്റേറ്റ്, സ്റ്റേറ്റ് കഴിഞ്ഞ നാഷണൽ, നാഷണൽ കഴിഞ്ഞ വേൾഡ് കപ്പ്. ഇത് കുറെ ആയി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. സത്യത്തിൽ ഈ ജില്ലാ മത്സരം എന്നാണ്? അങ്ങനെ വല്ല മത്സരം നടക്കുന്നുണ്ടോ? അഥവാ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ നീ അതിനകത്ത് ഉണ്ടാ? എടി, നേരത്തെ ഞാൻ അറിയാതെയാണ് ഓണം തന്നത്. അറിഞ്ഞോട്ടൊന്നും തന്നോണ്ടല്ലേ നീ കാര്യം കിടക്കും. കിടക്കും, കുറെ കിടക്കും. കയ്യാങ്കളിയൊക്കെ അങ്ങ് റിങ്ങില്. ഇവിടെ ഒന്നും വേണ്ട കേട്ടാ. ഇവിടെ നടക്കും, പക്ഷെ നട്ടലൊക്കെ ഒടിയുന്നുള്ളൂ അല്ലേ മക്കളെ? ബന്ധങ്ങളാണ് പ്രശ്നം. ശത്രുഭാവത്തിൽ എതിരാളിയായി ആര് വന്നാലും ഞാൻ മണ്ണ് തീറ്റിക്കും. മോളെ, ഇതുപോലെ വെയിറ്റ് ഇല്ലാത്ത പീക്കിരി പെൺകുട്ടികളെ ഇടിച്ചിരുന്നാലേ ഒരു കാര്യമില്ല. അതിൽ വലിയ മഹിമയൊന്നുമില്ല. ആണെന്നോ പെണ്ണെന്നോ ഒന്നും ഇല്ല. പുരുഷന്മാരെ ഞാൻ ഒരു കൈ നോക്കും. അച്ഛനെ ആണെങ്കിലും ഇടിച്ചിടുന്നർത്ഥം. അങ്ങനെയല്ല, കോമ്പറ്റീഷന് ബന്ധങ്ങളില്ലല്ലോ. മോളെ, അച്ഛനെ നിനക്ക് അറിഞ്ഞൂടാ. അതെനിക്ക് നല്ലോണം അറിയാം. അതിലിത്ര അഭിമാനിക്ക് എന്തോന്നിരിക്കണം? ഇതൊന്നടി പരിഹാസോ? ഈ പേന പിടിക്കാൻ തുടങ്ങിയ ശേഷം ഈ കൈ ഒന്ന് ശോഷിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നേ ഓടിപ്പോയിക്കൊണ്ടിരുന്ന പശുവിനെ ആടിനെയൊക്കെ വലിച്ചു പൊടിച്ച് നിർത്തിയിട്ടുണ്ട്. ആ പവർ ഇപ്പോഴും ഉണ്ട്. അധ്വാനിക്കുന്നവന്റെ കൈയാണ്, മനസ്സിലായ? പക്ഷെ അതൊന്നും ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. ഇപ്പോഴും മനസ്സറിഞ്ഞ് വിചാരിച്ചൊന്ന് തന്നോണ്ടല്ല അമ്മയുടെ മക്കളെ പൊടി കാണൂല. ഒന്ന് പോച്ചാ, വീരവാദം അടിക്കാൻ ആർക്കും കഴിയും. കളത്തിലിറങ്ങി കളിക്കണം, അപ്പൊ അറിയാം വിവരം. മോളെ പിങ്കി, വേണ്ട. ഉച്ചിയിൽ വെച്ച കൈ കൊണ്ട് ഉദയക്രിയ ചെയ്യരുത്. ഈ ചില ആൾക്കാരെ നാക്കിനെ കൈനെക്കാളും ബലമാണെന്ന് കേട്ടിട്ടില്ലേ? സത്യമാണ്. ഇതടി പരിഹസിക്കണ? വേണ്ട വേണ്ടെന്ന് ചോദിച്ചപ്പോ പരിഹാസോ? മോളെ പിങ്കി, ആ കൈ ഇറങ്ങിയിട്. അച്ഛന്റെ മുമ്പിലല്ലേ കിടക്കണേ, അങ്ങ് എടുത്തൂടെ? ഓ, മോളെ ഇറങ്ങി, നമുക്കൊരു കൈ നോക്കാം. പോച്ചാ. മക്കളെ പേടിച്ചു പോയാ? എനിക്കെന്തിനു പേടി? ഫൈറ്റിങ്ങിന് അച്ഛൻ റെഡി, മോള് റെഡിയാ? എനിക്ക് പെട്ടെന്ന് പിടിച്ചില്ല, പക്ഷെ എന്റെ മോളുടെ തലക്ക് പിടിച്ചിരിക്കുന്ന ഈ അഹങ്കാരം ഒന്ന് തീർത്തു കൊടുക്കാം. ഇതെന്തോന്ന് ഡങ്കളിലെ അമീർ ഖാന്? Come on, girl. Are you serious? Yeah, I'm serious. അച്ഛനാണെന്നുള്ള ബഹുമാനൊന്നും വേണ്ട. എനിമി, ശത്രു, ഒരു എതിരാളി, അങ്ങനെ കണ്ടാ മതി. ഓക്കെ, അടിപൊളി അച്ഛാ. പെട്ടെന്ന് നീ പോടി വെള്ളക്കോഴി. നീ ബ്രോയിലർ ചിക്കൻ. ദേവി നല്ല നാടൻ കോഴിയാണ്. കോഴിയല്ല, പോത്ത്. നല്ല നാടൻ പോത്ത്. കണ്ട മക്കള് പേടിക്കണ്ട, അച്ഛൻ ഇങ്ങനെ മുട്ടത്തുള്ളേ. റെഡി? ശരിയായി കൊടുക്ക. പേടിക്കണ്ട, ഇടിച്ചോ, ധൈര്യമായിട്ട് ഇടിച്ചോ. കമോൺ മോളെ, വാ. കമോൺ ഗേൾ, കമോൺ കമോൺ. റെഡി. ഇടിച്ചോ, ധൈര്യമായിട്ട് ഇടിച്ചോ. ഇടിച്ചോ, കമോൺ കമോൺ. Tin, tin, ah. Tin, tin, ah. Tin, tin, ah. Tin, tin. അച്ഛാ, എഴുന്നേക്കച്ചാ. അച്ഛാ, എഴുന്നേക്കച്ചാ. അയ്യോ അച്ഛാ, എന്റെ അച്ഛൻ പോയേ. ദുഷ്ടത് രാവിലെ എന്റെ അമ്മ ഇടിച്ച്, ഇപ്പൊ എന്റെ അച്ഛനെ ഇടിച്ച്, ഈ വീട് മൊത്തം നീ കൊളത്തോടും. അച്ഛാ, ഇടിക്കച്ചാ. അച്ഛന്റെ വെങ്കിവാളല്ല അച്ഛാ വിളിക്കണത്. കണ്ണോർന്നല്ലേ കിടക്കണേ നീ? അച്ഛാ, അയ്യോ ഈ അമ്മേന്ന് പറഞ്ഞോളാം നിന്റെ. ഇനി ആരും ഈ അമ്മയൊക്കെ അടയ്ക്കും അച്ഛാ. എനിക്കച്ഛാ, അയ്യോ എന്നെ ഇനി ആരും വിങ്കി മോളേന്ന് വിളിക്കും അച്ഛാ. എന്റെ കല്യാണം കാണാൻ ഇനി ആരും ഇല്ലേ? അതിന് എന്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ. അതാണ് ഇപ്പൊ ഇവിടുത്തെ വിഷയം. അത് പോ അച്ഛാ. രാമ,
പശു എവിടെ? പശു എവിടെയാന്ന്? ഏ പശു? പാല് ഇറക്കാൻ രാമ വന്നല്ല. ഓ രാമേ. പുല്ലു പറിച്ചാ? പുല്ലു പറിച്ചാ? പ്രസന്റ് കട്ടായി. പാസ്റ്റിലാണ് കിടക്കണത്. ഉരുളയ്ക്ക് പേര്